we always start with a master shot. So the whole scene will be done in one. And then അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും എന്താണ് ഇൻസെർട്സ് വേണ്ടത്, ഏത് ക്ലോസപ്സ് വേണം, ഏത് മിഡ് ഷോട്ട് വേണം, അത് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. Sometimes we see the performance of the master shot and say, you know what, we don't need anything else, we'll move on. സെന്ന ഹെഗ്ഡെയും ശ്രീരാജ് രവീന്ദ്രനുമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. സ്വാഗതം. താങ്ക് യു. നിങ്ങളിപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ ഡയറക്ടർ, ക്യാമറമാൻ, റൈറ്റേഴ്സും കൂടിയാണ്. നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാക്ട്ലി ഒരു സീൻ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. ഞാൻ ടെക്നിക്കലി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് ഞങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ സെന്ന ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ശ്രീരാജ് സെന്നെ എങ്ങനെയാണ് കാണുന്നത്, സെന്ന എങ്ങനെയാണ് ഒരു സീൻ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് ശ്രീരാജ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ആദ്യമായിട്ട് നമുക്ക് ഇതിപ്പോൾ 3ാമത്തെ സിനിമയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ആദ്യത്തെ ഒരു സിനിമ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഡയറക്ടർ ആദ്യത്തെ സിനിമ കഴിയണ്ട, ഒരു 10 സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും ആൾക്ക് എങ്ങനെയാണ് പുള്ളി അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ അത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ആദ്യം തന്നെ അറിയാം, ഇപ്പോൾ ഒരു സീൻ ഉണ്ടെങ്കിൽ ആ സീൻ നമുക്ക് മെയിൻ തിങ് ഇതാണ്, ഏറ്റവും കൂടുതൽ കട്ട്സ് കുറച്ച് എങ്ങനെ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് ആളുടെ ഒരു സ്റ്റൈലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ആദ്യം ട്രൈ ചെയ്യാറ്. അപ്പോൾ ഏത് രീതിയിൽ ഇത് ബ്ലോക്ക് ചെയ്താൽ നമുക്കിതിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് പോവാത്ത രീതിയിൽ ആ ഫുൾ സീൻ എങ്ങനെ നമുക്ക് ഒറ്റ ഷോട്ടിൽ തന്നെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കൺസീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലേക്ക് ആദ്യം ട്രൈ ചെയ്യും. എൻ്റെ മനസ്സിലപ്പോൾ അത് ആദ്യമേ ഉണ്ട്. അത് ചെല്ലുമ്പോൾ തന്നെ ഈ സീൻ ഇന്ന ലൊക്കേഷൻ ചെല്ലുമ്പോൾ തന്നെ ഇതെങ്ങനെ അങ്ങനെ ചെയ്യാം എന്നുള്ളതായിരിക്കും ഫസ്റ്റ് തോട്ട് പോവുക. അതിനുശേഷം അതെനിക്കറിയാം ആൾക്കും അതാണ് വേണ്ടത്. അതിനുശേഷം അതിനുള്ള പോസിബിലിറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് ആ ലൊക്കേഷനിലോ മറ്റോ ഉണ്ടെങ്കിൽ എന്നാണ് നമ്മൾ പിന്നെ അത് ഡിസ്കസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈവൻ എനിക്ക് പേഴ്സണലി തോന്നുകയാണ് ഈ സ്ഥലത്ത് ചിലപ്പോൾ വേണമെങ്കിൽ പുള്ളിക്കൊരു കട്ട് വേണം തോന്നുന്നുണ്ടാവും, അത് ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. സെയിം ഒപ്പീനിയൻ ആണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ സെന്ന ശ്രീരാജിനെ കാണുന്ന ഇതുണ്ടല്ലോ, ഇപ്പോൾ സെന്നയുടെ ഒരു ഐഡിയ ഉള്ളിൽ പറയുന്നു, ഇപ്പോൾ ക്യാമറമാൻ എന്നുള്ള രീതിയിൽ ശ്രീരാജും കൂടി ആഡ് ചെയ്യുന്നു. ശ്രീരാജ് പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് 3rd ഫിലിമാണ്. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ മാത്രമാണ് നമ്മളൊന്ന് I think in the pre-production we literally എല്ലാ സീന് ഒന്ന് ബ്ലോക്ക് ചെയ്തു. വി വെന്റ് ഓൺ എ വൈറ്റ് ബോർഡ്, നമ്മൾ ഡ്രോ ചെയ്തു എങ്ങനെയാണ് ഈ സീന് ബ്ലോക്ക് ചെയ്യേണ്ടത്, എത്ര ഷോട്ട്സ് വേണം, എവിടെയാണ് ക്യാമറ, ഏത് ആംഗിളാണ്, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്തു ഫോർ ഈച്ച് സീൻ. എന്തൊക്കെ ഒന്ന് ഡ്രോ ചെയ്യുമ്പോൾ ഐ തിങ്ക് ആഫ്റ്റർ 2 or 2nd or 3rd day നമ്മളത് ഒഴിവാക്കി. ബിക്കോസ് വി കൈൻഡ് ഓഫ് ഫിഗർഡ് ഔട്ട് എന്താണ് നമ്മൾക്ക് വേണ്ടതെന്ന്. സോ എവർ സിൻസ് ദാറ്റ് ദെൻ വി സ്റ്റോപ്പ് ദ പ്രോസസ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മെയിൻ റീസൺ ഞാൻ ശ്രീരാജിനെ I drag him into the screenplay is one, he's talented, and 2, it also helps us conceive the project even before we start shooting. In the sense we can plan it much better. നമ്മൾക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ ആ റൈറ്റിംഗ് പ്രോസസ്സിൽ തന്നെ നമ്മൾ ചില സമയത്ത് ഐ ലൈക്ക് ടു മേക്ക് ഫിലിംസ് ഇൻ എ വെരി സിമ്പിൾ മാനർ. സോ എന്തെങ്കിലും വലിയ കോംപ്ലക്സിറ്റി വന്നല്ലോ, അപ്പോൾ ശ്രീരാജ് 1-2 എക്സ്ട്രാ സാധനങ്ങൾ പറയുമ്പോൾ നമുക്കത് വേണ്ട, അന്ന് ആ സീൻ ഒഴിവാക്കാം. സോ ഹി ഗെറ്റ്സ് വെരി ഡിസപ്പോയിൻറ്റഡ് when this happens, but we kind of figure out, because every movie we plan with a certain way, and ആ ഒരു ബൗണ്ടറീസിൽ തന്നെ നമ്മൾ പിടിക്കാൻ നോക്കും. That doesn't mean that we don't like to push boundaries, but still at some point we have to draw a line and say okay, we are going to work within that. So ആ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ബിക്കോസ് ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ റൈറ്റിംഗ് പ്രോസസ്, ഏകദേശം നമ്മൾക്കൊരു സീൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുമ്പേ അറിയായിരിക്കും. So it's reached a stage right now where we go on the set and we don't even have to talk to each other. We'll pretty much figure out. And there are situations where I think I might have missed 1 or 2 shots. ചിലപ്പോൾ ഒരു ഇൻസേർട്ട് വല്ല ആയിരിക്കും, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവതരിച്ചു ഞങ്ങൾ അതിലൊരു ഇൻസേർട്ട് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. ലൈക്ക് I would have walked out and he would have probably gone and taken an insert. So it's become that sort of we figured it out. So it become quite easier. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഏത് പടം ചെയ്താലും it will be very difficult for me to replace him. So ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളെ വിജയൻ്റെ ലാസ്റ്റ് എല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിക്കുന്ന എണ്ണം എടുക്കുന്ന ഒരു സീൻ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ആ സീൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ആ ഒരു പ്രോസസ്സ്, ഒരു സീൻ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് ആക്ടേഴ്സിൻ്റെ ബിഹേവിയർ ആ മൂടെല്ലാം സെറ്റ് ചെയ്ത് അതിന് ശേഷം ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണോ ഒരു പ്ലാനിങ് പോവുക, അതോ
We don't do rehearsals. None of my films we have had rehearsals. Workshop ഇല്ല, റിഹേഴ്സലിലോ ഒന്നുമില്ല. സോ ബേസിക്കലി നമ്മൾ ആ സീന് ഷൂട്ട് ചെയ്യുന്ന ഒരു 10-15 മിനിറ്റ്സ് ബിഫോർ മോസ്റ്റ്ലി അസോസിയേറ്റ്, ചീഫ് അസോസിയേറ്റ് അല്ലെങ്കിൽ അവർ പോയിട്ടൊന്ന് സീൻ ഡിസ്ക്രൈബ് ചെയ്യും. തിങ്കളാഴ്ച നിശ്ചയം, അഗൈൻ ഗോയിങ് ബാക്ക് ടു തിങ്കളാഴ്ച നിശ്ചയം വാസ് ഷോട്ട് ഇൻ എ വെരി ഡിഫറെൻറ്റ് സ്റ്റൈൽ. ലൈക്ക് നോബഡി ന്യൂ ദ സ്ക്രിപ്റ്റ്. അവർക്ക് ആ സീന് മാത്രമേ അറിയുള്ളൂ. ഷൂട്ട് ചെയ്യുന്ന 15 മിനിറ്റ് മുമ്പ് അവർക്ക് ഇതാണ് 4 പേജ്, ഇതാണ് ഡയലോഗ്സ് എങ്ങനെ വേണമെങ്കിൽ പറയാം, ബിക്കോസ് ഇറ്റ് സിങ് സൗണ്ട്. ബട്ട് ദർ ആർ കീ എലിമെൻറ്റ്സ്, അത് തന്നെ പറയണം. ബാക്കി നിങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യുക. ആൻഡ് ദെൻ വിൽ എക്സ്പ്ലെയിൻ ദം വാട്ട് ദ സീൻ ഈസ് ആൻഡ് ദെൻ they'll come and perform. We always start with a master shot, so the whole scene will be done in one and then അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും എന്താണ് ഇൻസെർട്സ് വേണ്ടത്, ഏത് ക്ലോസപ്സ് വേണം, ഏത് മിഡ് ഷോട്ട് വേണം, അത് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. Sometimes we see the performance of the master shot and say, you know what, we don't need anything else, we'll move on, and that's the way we block. ആ മാസ്റ്റർ ഷോട്ടിൽ തന്നെ നമ്മൾ പലപ്പോഴേ ഈ ആദ്യം ഈ ഇതിൽ മെയിനായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മുടെ ഫ്രെയിം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും, ഈ സൈഡിലേക്ക് പോകാമോ, അല്ല അവിടെ പോകാൻ പറ്റില്ല, അവിടെ ലൈറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതാണ് എഡ്ജ്, ഇവിടെ വരെ വരാമല്ലേ, ഓക്കെ ഇവിടെ വരെ വരാം. അപ്പോൾ ഈ മാസ്റ്ററിൽ തന്നെ നമ്മൾ ഈ കട്ട്സ് ഒഴിവാക്കുന്ന ഒരു കേസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്ലോസും വൈഡും അല്ലെങ്കിൽ അങ്ങനത്തെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളത് വളരെ ഓർഗാനിക്കായിട്ട് ചിലപ്പോൾ വൈഡ് ഷോട്ടായിട്ട് തോന്നുന്ന ഷോട്ടിൽ നിൽക്കുന്ന ക്യാരക്ടർ ഒരു 10 ഫീറ്റ് മുന്നിലേക്ക് വന്നാൽ അത് ക്ലോസപ്പായി മാറുമല്ലോ ഓട്ടോമാറ്റിക്കലി. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറ ഒന്ന് മൂവ് ചെയ്ത് അത് ക്ലോസപ്പ് ആക്കി മാറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നാച്ചുറലി അത് ചിലപ്പോൾ ഒരു ഓവർ ദ ഷോൾഡർ ചിലപ്പോൾ ആവാം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ആ മാസ്റ്ററിൽ തന്നെ ഒന്ന് വർക്ക് ചെയ്യും. അപ്പം അതാണ്, അത് കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ പ്ലേ ബാക്ക് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ പറയും മതിയല്ലേ, മതി, ഓക്കെ, അവിടെ തീരുക. അതുപോലെ അതിൻ്റെ ഒരു ഡിസിഷൻ എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഇത്രയും മതി എന്നുള്ളൊരു സാധനം അത് ഞാൻ ഇന്റർവ്യൂവിന് മുമ്പ് അവൻ്റെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ലൈക്ക് ദ ഓപ്പണിംഗ് സീൻ ഓഫ് തിങ്കളാഴ്ച നിശ്ചയം, ആ ഇരുട്ടിൽ ആ ബസ് സ്റ്റോപ്പിൽ നടക്കുന്നത്, ഇറ്റ് വാസ് ഷെഡ്യൂൾ ഫോർ ലൈക്ക് 6 to 6, വൈകുന്നേരം 6 തൊട്ട് രാവിലെ 6 വരെയുള്ള ഷൂട്ടിംഗ് സ്കെഡ്യൂളായിരുന്നു. സോ വി വെൻറ്റ്, റീച്ച് ദ ബസ് സ്റ്റോപ്പ്. ദ ക്യാരക്ടേഴ്സ് മുനിരാജ്, രാജേഷ് മാധവൻ, അവരൊക്കെ ബസ് സ്റ്റോപ്പിൽ കയറി 8 o'clock, ഇവനൊരു 1.5 മണിക്കൂർ എടുത്തു ലൈറ്റപ്പ് ചെയ്യാൻ. 8 o'clock വി ടുക്ക് ദ ഫസ്റ്റ് ഷോട്ട് ആൻഡ് ഒബ്വിയസ്ലി ദ മാസ്റ്റർ ഷോട്ട് വി എടുത്തു. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവനെ നോക്കി, ഞാൻ നോക്കി, തീർന്നല്ലേ എന്നാല് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സോ ഹി ഫിഗർഡ് ഔട്ട് ദാറ്റ് വി ആർ നോട്ട് ഗോണ ഷൂട്ട് എനിത്തിങ് ഫർദർ, ബിക്കോസ് ദാറ്റ് ഷോട്ട് വാസ് നോട്ട്, നമ്മൾ അവിടെ എത്തുന്ന വരെ വി വർ നോട്ട് പ്ലാനിങ് ടു ഷൂട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. വി വർ പ്ലാനിങ് ടു ഹാവ് കട്ട്സ് ആൻഡ് മിഡ് ഷോട്ട്സ് ആൻഡ് ഡയലോഗ്സ് ഒക്കെ എല്ലാം ക്യാപ്ചർ ചെയ്യുന്ന ഒരു സീനായിരുന്നു തുടക്കത്തിൽ. ബട്ട് വൺസ് വി വെന്റ് ദർ ആൻഡ് വൺസ് വി ഷോട്ട് ദാറ്റ് ആൻഡ് ദെൻ വൺസ് വി നമ്മൾ സ്പോട്ട് എഡിറ്റൊക്കെ ഉണ്ട്, അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെന്തായാലും ഓപ്പണിംഗ് സീനാണ്, ടൈറ്റിൽ വരുന്ന സീനാണ്, ലെറ്റ്സ് നോട്ട് ഡു എനി കട്ട്സ്, ലെറ്റ്സ് ജസ്റ്റ് കീപ്പ് ഇറ്റ്. സോ വി ഫോർ സേഫ്റ്റി വി ടുക്ക് 1 more ടേക്ക്. അവരതിലും പെർഫോമൻസ് നന്നായി ചെയ്തു. ആൻഡ് 9 o'clock വി റാപ്ഡ് അപ്പ്. സോ 6 to 6 ഉണ്ടായ ഷോട്ട് 9 o'clock എല്ലാവരും വീട്ടിൽ പോയി. So that's those decisions we make all the time. Even in 1744 or White Alto also we have made certain decisions like that. Sometimes it works. For Tinglaj Nisham it worked. We are hoping it will work in other situations also. But there is no, we keep everything flexible. There is always a method in this madness, but not necessarily we'll stick to that all the time. So on location, depending on performance, depending on how we feel about a certain things, we'll take a call and say adu mani. But it's always not, but that doesn't mean that it always works for our advantage. Sometimes നമ്മൾ എഡിറ്റിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എഡിറ്റിൽ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയും, എടാ 1-2 ഷോട്ടും കൂടി എടുത്തെങ്കിലും നല്ലതായിരുന്നു. But you know what, you make decisions and you live with that, so you can't go back and change. So far it has worked, and hopefully we'll continue like that. So ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഷോട്ടും പിന്നെ നമ്മുടെ അനിയനും മറ്റേ പയ്യനും കൂടി സംസാരിക്കുന്ന ഒരു ഷോട്ടും ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഫ്രെയിമിങ്ങും ബ്ലോക്കിംഗ് ആണ് പറയാം. ബാക്കിയും ഇതുപോലത്തെ കട്ട്സ് ഇല്ലാത്ത ഷോട്ട് ഉണ്ട്, പക്ഷെ അതിന് കൂടുതൽ ചിലപ്പോൾ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവും. അത് ശരിക്കും ഒരു മൂഡിനെ കൂടി ഒരു ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടല്ലോ. സോ രണ്ടാമത്തെ there were few shots which he surprised me. Like one of the other scene that I liked is അവര് പാത്ര കഴുകുമ്പോഴുള്ള കോൺവെർസേഷൻ. സോ ഹി പ്ലേസ്ഡ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ പൊട്ടിപ്പോയ ഓടിൻ്റെ ത്രൂ ആയിട്ട് കാണുന്ന ആ രീതിയാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ ദോസ് വെർ ലൈക്ക് ദാറ്റ് ദോസ് ആർ നോട്ട് പ്രീ പ്ലാൻഡ്. അവൻ അവിടെ പോയി ദോസ് ആർ ലൈക്ക് ഇൻസ്റ്റന്റ് ഡിസിഷൻസ്, നമുക്ക് ഇങ്ങനെ എടുക്കാം. സോ and the indoor shots, like room in the ഉള്ളിൽ, it was too difficult for him because there was hardly any space. ആ വീട് പുറത്ത് നല്ല രസമുണ്ടായിരുന്നു. There was very tiny rooms. So we cheated certain rooms for, അച്ഛൻ്റെ ബെഡ്റൂം ആക്കി, മോൻ്റെ ബെഡ്റൂം ആക്കി, മോളെ ബെഡ്റൂം ആക്കി. So we cheated. So
The indoor sequences, that's why he could not, like, lot of them are like, you know, single cuts, because നമ്മൾക്ക് വേറെ ഒന്നും പൊസിഷൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അത്. ബട്ട് ഓവറോൾ ആ പടം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടെല്ലാം മൊത്തം നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് സംഹൗ വർക്ക് ഫോർ അവർ അഡ്വാൻറ്റേജ്. സോ most of those decisions we made by choice, but there are certain decisions we were forced to make. So but luckily it worked out in the end. എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ പെട്ടെന്ന് മൂഡിൻ്റെ ഒരു ഇത് വന്നപ്പോൾ നമ്മുടെ ഗിരീഷ് മറ്റേ ഇതിറക്കി വയ്ക്കുന്ന ഒരു സീനുണ്ടല്ലോ, നമ്മുടെ ടേബിളിൻ്റെ കാലിലേക്ക് ഇറക്കി വയ്ക്കുന്ന ഇത്. അപ്പം അതിലൊരു മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ആക്ച്വലി ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാണ്. നമുക്ക് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അയാളുടെ ഇമോഷൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് എൻ്റെർലി ഹ്യൂമറും ആ മൂവ്മെൻറ്റിലാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഹ്യൂമർ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഡിസിഷൻസ് കൂടി ഒരു നേരത്തെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ടോ അതോ ജസ്റ്റ് അവിടെ ചെന്നിട്ട് ആ ലൊക്കേഷൻ കൂടി നോക്കിയിട്ടുള്ള രീതി? അതെ, ലൊക്കേഷൻ മാത്രമല്ല, അതിൻ്റെ നമുക്ക് ഇയാൾ കാലിറക്കി വെക്കുന്നത് ഇങ്ങനെ ഇയാൾ ഇറക്കി വെക്കുക എന്നുള്ളത് നമുക്ക് മുന്നേ പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതെങ്ങനെയാണെന്നുള്ള ആൾ ചെയ്യുന്നത് നമ്മളൊന്ന് കാണും. അപ്പോൾ അവിടെയാണ് നമ്മൾ എടുക്കുന്ന പറഞ്ഞ പോലെ ലൊക്കേഷനിൽ എടുക്കുന്ന ചില കോള്. അത് വേണമെങ്കിൽ വെറുതെ നമുക്ക് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് വെച്ചിട്ട് വിടുക. പക്ഷെ ഇത് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അവിടെ വന്ന് നിന്നിട്ട് എന്താ പറയുക, നമ്മളൊരു റോബോട്ടിനെ പോലെ മനസ്സിൽ വേറെ എന്തോ ആലോചന ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചെയ്യുന്ന പോലെ നമ്മളും ഇങ്ങനെ അതിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഫീല്. quite funny in the sense, കാൽ അവിടെ വെച്ചത് വീഴ് പോകുന്നില്ല, അത് ആക്സിഡന്റലിയാ. അപ്പോൾ അപ്പോഴത്തേക്ക് മറ്റേ സുജയുടെ ക്യാരക്ടർ അവിടെ എത്തി. സോ ബിക്കോസ് സിങ്ക് സൗണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മൾ മനസ്സിൽ എടാ ആരെങ്കിലും ഒന്ന് വെറുതെ ഒരു പോയിട്ട് അത് എടുത്ത് മാറ്റും, അപ്പോൾ ഇറ്റ് വിൽ കം നാച്ചുറലി. ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് വി പ്ലാൻഡ് ഇറ്റ്, ബട്ട് ഇറ്റ് വുഡ് ഹാവ് കം നാച്ചുറലി. പക്ഷെ അവരത് എടുത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ബംഗാളിക്ക് ഒരു കട്ട് കൊടുത്തിട്ട് തിരിച്ച് അവിടെ വരേണ്ടി വന്നു. ബിക്കോസ് ഇഫ് ദേ ഹാഡ് ഇമ്മീഡിയറ്റ്ലി ലൈക്ക് ഓക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ഹാവ് ബിക്കം വെരി വെരി നാച്ചുറൽ. ഒരു സിംഗിൾ ടേക്കിൽ തന്നെ അത് തീർക്കായിരുന്നു. ബട്ട് യു നോ ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. സോ അവരതെല്ലാം ഒരു പകുതി വരെ അവരത് പിടിച്ചു. ഫസ്റ്റ് ഇപ്പൊ പുള്ളി ആക്ടേഴ്സിന് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. നാച്ചുറലി വീണ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഗിരീഷിന്റെ ക്യാരക്ടർ അത് പിന്നെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്തൊക്കെ വെക്കുന്നൊക്കെ ഉണ്ട്. സുജ വന്ന് നിൽക്കുമ്പോൾ ആക്ച്വലി സുജയുടെ അവര് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലും പോയി എടുത്ത് മാറ്റിക്കോ, either one of them would have been fine. പക്ഷെ then they got confused. സോ നമ്മൾ അവിടെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ബംഗാളിൽ നിന്ന് കാണിച്ചിട്ട് തിരിച്ചു വന്നു. സോ പക്ഷെ നമ്മളത് രണ്ടാമത് വർക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ ആ ഒരു ചെയ്യാൻ നോക്കി, പക്ഷെ അത് വന്നില്ല, തിരിച്ചു വന്നില്ല. ഇപ്പോൾ സെയിം പ്രോസസ്സ് നമ്മളിപ്പോൾ ഓൾട്ടോയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ടീസറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, പക്ഷെ നമുക്കത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, മേക്കിംഗ് സ്റ്റൈലാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു മേക്കിംഗ് പ്രോസസ്സ് ഓൾട്ടോയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്? I mean, process same ആണ്. It's just the execution. Yeah, execution is quite different. It's more staged. ഇത് കുറച്ചും കൂടി വളരെ റോ ആൻഡ് നാച്ചുറൽ ആൻഡ് വെരി ഓർഗാനിക് ആയിട്ട് ചെയ്ത പടമാണ് തിങ്കളാഴ്ച നിശ്ചയം. വെരി 1744 വൈറ്റ് ആൾട്ടോ ഇസ് വെരി സ്റ്റേജ്ഡ് പടമാണ്. ഇറ്റ്സ് വെരി സില്ലി ഫിലിം. ഐ മീൻ ഫോർ ലാക്ക് ഓഫ് ബെറ്റർ വേർഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് സില്ലി ഫിലിം. വെരി എക്സാജറേറ്റഡ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ കാണുമ്പോൾ മാത്രമേ ആ ഒരു kind of like a western setting ullu, but it's very nadan padam in their behavior, in their attitude, in the way they each character lives on screen. It's very nadan padam. But idinte pole tingalazha nishyathinte oru comparison kodukkan pattilla adine. So the only thing that you can say is whether you like the film as much as tingalazha nishcham or not, because liking is same for everything, right? So but in terms of the genre or the making style or like the story, screenplay, it's completely different films. So I mean, but work the process, our process has been pretty much the same. ഒന്ന് എഴുതി കഴിഞ്ഞ ശേഷം അതെ ഈ ഷോർട്ടിനേക്ക് ഈ പറഞ്ഞ ബ്ലോക്കിങ്ങിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കട്ട്സിന്റെ അത്തരം അപ്രോച്ചുകൾ രണ്ട് സിനിമയ്ക്കും സെയിം ആണ്. പക്ഷെ ഈ പറഞ്ഞ ഇതിന്റെ ചില മൂവ്മെന്റ്സ് അതിലൊക്കെയാണ് മെയിൻലി ഡിഫറൻസസ് ഉള്ളത്. ഇറ്റ്സ് വെരി ആർട്ട് ഹെവി ഫിലിം കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഹാൻഡ് ഹെൽഡ് മൂവ്മെന്റും നമ്മളെപ്പോഴും അടുത്ത് നമുക്ക് ഒരു ഓഡിയൻസിന് കൂടി ഇത് നമ്മുടെ അടുത്ത് നടക്കുകയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണല്ലോ മൊത്തത്തിൽ.
ക്യാമറ ഉള്ളത്, നമുക്ക് ഒപ്പം പോവുക എന്നുള്ള രീതിയിൽ നമുക്ക് ആ മൂഡ് എപ്പോഴും കിട്ടും. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ക്യാമറ ട്രീറ്റ്മെൻറ്റ്? ഇതിലേക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. See, one of the things with തിങ്കളാഴ്ച നിശ്ചയം was it's very background choreography ഉണ്ടായിരുന്നു തിങ്കളാഴ്ച നിശ്ചയം. There's always some activity happening in the background, you know, like there'll be like characters running around, walking around, talking, something like also sound design നോക്കിയാൽ there's always a chatter from the background, like you know അമ്പലത്തിൽ നിന്നായിരിക്കുക അല്ല വേറെ ക്യാരക്ടറുകളായിരിക്കുക, there's always a chatter. But 1744 is a very isolated movie. There is nothing in the background. ലൈക്ക് ഒരു കാറ് പോകുന്നുണ്ടെങ്കിൽ ആ കാറ് മാത്രമേ ഉള്ളൂ അതിൽ, ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ ആ ഫ്രെയിമിൽ, വേറെ ആൾക്കാരില്ല. സോ ഇറ്റ്സ് എ വെരി ഐസൊലേറ്റഡ്. ആ രീതിയാണ് മറ്റേ 1744 നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. So that means like one less thing to worry about because there's no background play, there is no, you know, അവരെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എപ്പോഴാണ് അവരെ വിടേണ്ടത്, എപ്പോഴാണ് അവർ കയറി വരേണ്ടത്, അതൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ. ഇതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സ്റ്റേജ്ഡാണ് ഇതിൽ ഫ്രെയിമിങ്ങും എല്ലാം. നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രെയിമിലേക്ക് മെയിൻലി നമ്മുടെ ഫോക്കസ് ലൈറ്റിങ് ഡിപ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ കൂടുതലും അവരെ സെൻറ്റർ ചെയ്തിട്ടുള്ള പോലത്തെ ലൈറ്റിങ്ങും അല്ലെങ്കിൽ അവരായിരിക്കും ഫ്രെയിമിൽ സെൻറ്ററായിട്ട് ഇപ്പോൾ ടീച്ചറിലൊക്കെ കാണുന്ന പോലെ. സോ ആ രീതിയിൽ ആണ് കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ച നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് കൊടുക്കാതെയാണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ സിനിമ വരുമ്പോൾ എങ്ങനെ സെയിം പ്രോസസ് ആണോ? To an extent, some of them know the script, like Sharaf has read the script. A lot of them don't know the ending. എല്ലാവർക്കും മൊത്തം സ്ക്രിപ്റ്റ് കൊടുത്തിട്ടില്ല. Some people have only received their sheets, dialogues. But few of them probably have received. I think Sharaf has read the whole script, Rajesh has read the whole script, maybe Vinci has read the whole script, അല്ലേ? To an extent. അതല്ലാതെ ബാക്കി എല്ലാവർക്കും അവരുടെ സ്ക്രീൻസ് ഇത് മാത്രമേ. തിങ്കളാഴ്ച ചിത്രത്തിൽ കുറച്ചുകൂടി പുതിയ ആൾക്കാരാണ്, ആക്ടേഴ്സ് ആണ്, എന്നാലും ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിലാണ് വരുന്നത്. എല്ലാവരും പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ തിയേറ്റർ ആണെങ്കിലും ഒരു രീതിയിൽ. ഇപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്കിപ്പോൾ പോസ്റ്റർ തന്നെ നോക്കുമ്പോൾ അറിയാം, ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ ഷറഫും വിൻസിയും ഇപ്പോൾ രാജേഷ് മാധവൻ കുറച്ചുകൂടി ഫുള്ളായിട്ടുള്ള റോളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ക്യാമറ ഇതുള്ള ആക്ടേഴ്സ് വരുമ്പോൾ the basic thing we don't need to teach them, like how to come and stand in front of the camera, എവിടെയാണ് ലുക്ക് കൊടുക്കേണ്ടത്, എവിടെ നിന്നാണ് പിടിച്ചു പോകേണ്ടത്, those things. Even in തിങ്കളാഴ്ച നിശ്ചയം, I think after first 2-3 days they all picked it up. That was no issue. I mean അതിൽ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. Yeah, I mean these guys are little more experienced. So on that front I think it was slightly quicker for us to, you know, do things. ഒരു കൺട്രോളിങ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ആക്ടർ അഭിനയിക്കുന്നത്? ഇപ്പോൾ തിങ്കളാഴ്ച നോക്കി കഴിഞ്ഞാൽ ഇത്രയും മതി, നമുക്ക് പെർഫോം ചെയ്യുന്നത് ഇത്രയും മതി, അല്ലെങ്കിൽ ഈ മീറ്ററിൽ അഭിനയിച്ചാൽ മതി എന്നുള്ളൊരു ഡിസിഷൻ? No, I mean in general we explain them the scene and then I let them do, and then if I find something is missing or if something is missing then I'll tell them അതാണ് വേണ്ടതെന്ന്. If I think they have done too much then I'll say അത് കുറച്ച് കുറക്കാമെന്ന് പറയാം. But it is very സ്ക്രീനിൽ കണ്ടിട്ടാണ് റിപ്ലൈ, അല്ലാതെ ഒരു വേറെ മെത്തഡ് ഒന്നുമില്ല അതിന്. ഇറ്റ്സ് വെരി സിമ്പിൾ. We see if we like something then we go on to the next scene, next shot. If we don't like something then നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് കുറവ് എന്താണ് കൂടുതൽ, and then we move on. So നല്ലൊരു പെർഫെക്റ്റ് ഓക്കെ, അതായത് ഇപ്പോൾ ഷോട്ട് എടുക്കുന്നു. I give enough takes. There are scenes which have taken 50-60 takes. എല്ലാം പടത്തിലും തിങ്കളാഴ്ച നിശ്ചയത്തിലും actors are the only ones who get what they want on the set. They'll get enough takes. We are very gentle with them. But yeah, so takes ഒരു പ്രശ്നമല്ല. We'll give them takes as much as we want till we feel comfortable. Okay, this is what we want. So ആ രീതി നോക്കിയാലും ഒരു പ്രശ്നമില്ല. Quite a few scenes we have crossed 20-30 takes easily. ഒരു പ്രീ പ്രൊഡക്ഷനിൽ ഒരു ഡിസൈൻ ഉണ്ടോ നിങ്ങൾക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ നേരത്തെ തന്നെ കംപ്ലീറ്റ്ലി എങ്ങനെയായിരിക്കണം ഒരു സീൻ? നേരത്തെ പറഞ്ഞ ഒരു മാസ്റ്റർ ഷോട്ട് അത്രയും മതിയെങ്കിൽ പോലും ഓക്കെ അത് മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ന സാധനങ്ങൾക്ക് ഇന്ന ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. We don't do too much pre-production, honestly. I don't like an extended pre-production because എന്താ സംഭവിക്കുന്നത്, when we have too much time it puts too many doubts in our mind. Or ഇത് നമുക്ക് we keep changing things, trying to fine tune things. For me, if you can write a script for 10 years if you want, you know, you can fine tune it as much as you want. When the product that we put out
it may not be perfect for everybody, but at some point, you know, I say, we are comfortable with this. I'm not saying that even after that it's a great product, but for us, the moment we feel comfortable, we'll just lock it in and then we immediately go. So our pre-production വളരെ short ആണ്. Like we don't like the idea of, you know, a lot of people sitting ഒരു റൂമിൽ ഇരുന്നിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. We want to do in a certain way, we just go and do it in that way. I'm not saying it always will work in our advantage. Sometimes we'll fail miserably probably. അത് ഓക്കെയാണ് നമുക്ക്, we are okay with that. But very short pre-production, only like, you know, art discussions ഉണ്ടാവും കുറച്ച് ദിവസങ്ങൾ, എന്താണ് വേണ്ടത് അതിൻ്റെ ഒരു ഈവൻ കോസ്റ്റ്യൂം ഡിസ്കഷൻസ്. ഓക്കെ, this is what we need. Most of it happens over the phone. അവരെന്തെങ്കിലും അയക്കും, നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയും. But we have a solid team. Whether his assistants or my associates and assistants, they are really hardworking, so very reliable. So adellam vechittu nokkumbol maybe we are overconfident at times, but we do a very small pre-production. അത് നിങ്ങൾ ഒരുമിച്ച് ഈ പറയുന്ന എഴുത്തിൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഓക്കെ എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ടാണ്. ഈ ഒരു എഴുതുന്ന ഒരു സമയത്തുള്ളതിന് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രീ പ്രൊഡക്ഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ക്രിപ്റ്റ് ഒരു റീഡിങ് പോലെ ഇരിക്കാറുണ്ട്. ഷൂട്ടിനോട് എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ സീനിലൂടെ പോകും. അതിൽ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും പറ്റി ചെറിയൊരു ചർച്ച വരും. ആർട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ I think a lot of the complications we fix it by the time script is done. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ആർട്ട് ഉല്ലാസ് ഉല്ലാസിനെ വിളിച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സോ യുനോ ലോട്ട് ഓഫ് ദീസ് പ്രോബ്ലം ഏരിയാസ് അതൊന്നും നമ്മൾ സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്ക് ഫിക്സ് ആയിക്കൊണ്ട് വരും. ലൈക്ക് ബിക്കോസ് ദെൻ വി വുഡ് നോ എങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം. കോസ്റ്റ്യൂം ആവട്ടെ, മേക്കപ്പ് ആവട്ടെ, ലൈക്ക് കോൾ രഞ്ജിത്ത് ഇങ്ങനെ ചെയ്യണം, എത്ര സമയം എടുക്കും, ലൈക്ക് യുനോ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ഗെറ്റ്സ് ആൻസേർഡ് ബൈ ദ ടൈം വി ഫിനിഷ് ദ സ്ക്രിപ്റ്റ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ മാത്രം സ്ക്രിപ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ കുറെ വെട്ടിക്കളയും. ലൈക്ക് യുനോ ഹി വാസ് ഷോക്ക്ഡ് ബൈ ദ ടൈം ദ ഫൈനൽ ഷൂട്ട് ആവുമ്പോഴത്തേക്ക് ആ സീൻ ഇല്ലല്ലോ, ഞാൻ വെട്ടിക്കളഞ്ഞു. സോ ഐ ഡിലീറ്റ് എ ലോട്ട് ഓഫ് സീൻസ് ബൈ ദ എൻഡ് ഓഫ് ഇറ്റ്. ക്ലൈമാക്സ് അത് ഷൂട്ടിന്റെ ഇടക്കാണ് ഞാൻ മാറ്റിയത് ക്ലൈമാക്സ്. ബിക്കോസ് ദർ വാസ് എ സീൻ, ദ ഏർലിയർ ക്ലൈമാക്സ് വുഡ് ഹാവ് റിക്വയർഡ് അനദർ ലുക്ക്. ഐ എം വെരി ലേസി, അത് ഫസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, സോ ഐ ഡോണ്ട് ലൈക്ക് ഷൂട്ടിങ്. നമുക്കൊരു പടം ഷൂട്ട് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നതിന് ഞാൻ കുറേ പടം ചെയ്യട്ടെ ഇപ്പോൾ. സോ ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഹോൾ യുനോ. സോ എന്തൊക്കെ ഞാൻ കോംപ്ലക്സിറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്. ഇപ്പോൾ ആ ക്ലൈമാക്സ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരുന്നു. ദെൻ ഐ വാസ് ജസ്റ്റ് വൺ ഡേ വാസ് ലൈക്ക് യുനോ ഇവർക്കൊക്കെ പണിയുണ്ട് സെറ്റിൽ, ദേ ഹാവ് ടു സെറ്റ് അപ്പ് എവറിത്തിങ്. ഐ എം ഫ്രീ മോസ്റ്റ് ഓഫ് ദ ടൈം. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ ജസ്റ്റ് ഹാഡ് ദിസ് തോട്ട് ആൻഡ് ദെൻ ഇമീഡിയറ്റ്ലി ഐ കേം ആൻഡ് ബൗൺസ് ഇറ്റ് ഓഫ് ഹിം ആൻഡ് ഹി ലൈക്ഡ് ഇറ്റ്. ദാറ്റ് വാസ് വെരി ഈസി. നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹി ജസ്റ്റ് ഹാഡ് ടു റെക്കോർഡ് ഇറ്റ് ഓൺ ഹിസ് ഫോൺ. So I mean, in the end, I think it worked to our advantage big time. One of the most liked scenes of the whole movie. ശ്രീരാജിന് അങ്ങനെ അത് ഓക്കെ ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ? പിന്നെ തീർച്ചയായിട്ടും ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നല്ലോ. അപ്പം അടിപൊളി, അത് മതി. കാരണം അതില് ഈസി ആവുന്നതിലുപരിയായിട്ട് ആ സിനിമയ്ക്ക് അത് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനം കൂടെയാണ്. Like I'll tell you, Sreeraj came to, when we started work, he came with a lot more energy and a lot more ideas. Now I think he's gotten lazier than me. അത് അങ്ങനെ ചെയ്യണം, നമുക്ക് ഇത് ചെയ്താൽ പോരെ. വേറെ പടം ആക്ച്വലി നമ്മൾ IFFK പടം കണ്ടപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് പടം കാണാൻ. ഓൾറെഡി നമ്മുടെ ഇന്ന് അതിൻ്റെ 20 രൂപ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ ഭയങ്കര ഒരു ഹൈറ്റ് നിൽക്കുകയാണ്. അതിനുശേഷമാണ് നമുക്ക് പിന്നെ ഇതും കൂടി വരിക എന്നുള്ളത്. അത് ആ സമയത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനമായിരുന്നു പിന്നെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വീണ്ടും ഇൻട്രസ്റ്റിംഗ് എന്നുള്ള രീതിയിലൊരു സാധനമായിരുന്നു. ഇപ്പോൾ സ്ക്രിപ്റ്റിൽ തന്നെ നിങ്ങളൊരു സെറ്റ് ചെയ്യുന്നു വന്നുകൊണ്ട് ഇപ്പം മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓർഡറിലല്ല എഴുതുന്നത് എന്നുള്ള സാധനം. ഇപ്പോൾ തിങ്കളാഴ്ച സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പെണ്ണ് കാണൽ സീൻ്റെ ഇതാണ് ഫസ്റ്റ് എഴുതിയെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ എഴുത്തിൻ്റെ ഇപ്പോൾ ഒരു ഓർഡറിലല്ലാതെ പോകുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ശ്രീരാജ് ഏതൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു സ്ക്രിപ്റ്റിൽ? Usually when I get a good idea, first person I bounce it off is him. I mean, I'm not saying good idea. When I get an idea, I bounce it off him. നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ if there is a thought in our head and it stays with us for few days, that means there is something in it. ചില സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഐഡിയ വരും, ഭയങ്കര എക്സൈറ്റ് ആവും. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു സീൻ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, then you know it just fizzles away. അങ്ങനത്തെ ഐഡിയ പോവും. ബട്ട് ദർ ആർ സം ഐഡിയാസ് വിച്ച് സ്റ്റിക്സ്. സോ അങ്ങനെ ഒരു ഐഡിയ കുറേ നാൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ then we'll keep discussing and then sometimes we'll say അത് വേണ്ട എന്നിട്ട് we'll start thinking about something else, but this will come back.
സോ അങ്ങനത്തെ ഐഡിയാസ് വരുമ്പോൾ അതാണ് ആൾട്ടോ വാസ് വൺ ഓഫ് ദ ആൾട്ടോ ലൈക്ക് അഗൈൻ പടം കണ്ട ഇറ്റ്സ് നോട്ട് എ പ്ലോട്ട് ഡ്രിവൺ ഫിലിം അറ്റ് ഓൾ ഇറ്റ്സ് വെരി ക്യാരക്ടർ ഡ്രിവൺ കുറേ ക്യാരക്ടറുകൾ വന്നിട്ട് മോസ്റ്റ് ഓഫ് ആ ഫിലിംസ് ആർ ലൈക്ക് ദാറ്റ് ഈവൻ തിങ്കളാഴ്ച നിശ്ചയം ഇഫ് യു റിയലി ലുക്ക് ഇറ്റ് പ്ലോട്ട് വൈസ് വലിയ പ്ലോട്ട് ഒന്നുമില്ല ഇറ്റ്സ് എ ഡൺ ടു ഡെത്ത് സിറ്റുവേഷൻ ആണ് ആ പെണ്ണ് ഷീ ഡസന്റ് ലൈക്ക് ദ ഗ്രൂം ആൻഡ് റൺ അവേ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് it's just the treatment that we gave was, I think, little different. Maybe that's what worked in our advantage. അപ്പോൾ അതുപോലെ തന്നെ so when I get an idea, I bounce it off him and then we'll start thinking about it. I can never write in order. I just write scenes and then somehow we link these scenes. So ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ there must be something that I like and then I'll write that in one piece. And then something else, I'll be watching something and some idea comes in my head, I write. So ഇങ്ങനെ കുറേ ഐഡിയാസ് ഇങ്ങനെ and then we try to പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾക്കൊരു ഒരു ബേസിക് ഒരു ത്രെഡ് ഉണ്ടാവും then we start linking ഇത് ഇങ്ങനെ അങ്ങനെയാണ് കൂടുതൽ ക്യാരക്ടർ പടത്തിൽ വരാൻ തുടങ്ങുന്നത് then we'll find one character interesting then we'll try to add some scenes extra for that. So honestly there is no method. ഇതൊരു ഭയങ്കര റാൻഡം even when I'm explaining this I sound like a crazy person. I mean there is no method at all in this. So ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയ ശേഷം then Sreeraj will come, he'll give his some ideas and then it will be like completely ഒരു chaotic situation ആയിരിക്കും and then we'll start because ഞാൻ മലയാളം quite poor. I can read, I can write, but if you leave me alone to read and write ഒരു സ്ക്രിപ്റ്റ് തീർക്കാൻ 4-5 കൊല്ലം എടുക്കും so because I'm very slow. So then Sreeraj comes on board and then we'll discuss the scene. Okay, ഈ scene നമുക്ക് work ആവുന്നുണ്ട് and then he'll go right, he'll add his bit and then we'll debate about it and then we'll lock that scene and then we'll move on to the next scene. So അങ്ങനെ നമ്മൾ സീനുകൾ ഇത് and then we'll have our associates Shankar, Arjun, they'll also be on board. So അങ്ങനെയാണ് നമ്മൾ എഴുതിക്കൊണ്ട് eventually we'll reach a stage where we have first draft and then we'll start fine tuning and that fine tuning happens till cut. Even on the set we fine tune. ഒരു സ്ട്രക്ചറിംഗ് എന്നുള്ളത് കംപ്ലീറ്റ് പൂർണ്ണമാക്കിയിട്ട് ശേഷമാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്? അതോ like we'll have a script, we'll have a bound script when we go for shoot. ഓക്കെ, ഇപ്പം ഇതിൽ തന്നെ ഇപ്പോൾ ശ്രീരാജ് ഇതൊരു സ്റ്റേജസ് ആയിട്ട് നിങ്ങൾക്കൊന്ന് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ ഒരു കെയോട്ടിക് ആയിട്ടുള്ള രീതിയിലുള്ള റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിപ്പോൾ ശ്രീരാജും കൂടി ഇത് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തിക്കുന്നതിൽ ഒരു സ്റ്റേജസ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാനായിട്ട് പറ്റും? ബുദ്ധിമുട്ടല്ലേ അത് പറയാൻ? സ്ക്രിപ്റ്റിന്റെ ഫൈനൽ സ്ട്രക്ചർ അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആകുമ്പോഴേക്കും ഒരു എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ട ഒരു ഐഡിയ. ഒറിജിനലി ആ തോട്ട് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ഡു വി വാണ്ട് ടു ഡു സംതിങ് വിത്ത് ദിസ് തോട്ട് ദെൻ വിൽ സ്റ്റാർട്ട് എക്സ്പാൻഡിങ് ദാറ്റ് തോട്ട്. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി വെൻ യു റൈറ്റ് എ സ്ക്രീൻ പ്ലേ we don't write the story per se. Like നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതിട്ട് ഇതൊരു സ്റ്റോറി ഒന്നും എഴുതാറില്ല. We just start, okay, ഈ ഐഡിയ നമുക്ക് ഇഷ്ടപ്പെട്ടു, ശരി, we start writing scenes, okay, random scenes. Then we'll try to organize those scenes and give it a structure. So sometimes നമ്മൾ തുടക്കത്തിൽ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല അവസാനം ആകുമ്പോൾ. ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒന്നാമത്തെ സീൻ ചിലപ്പോൾ അവസാനം ആകുമ്പോഴത്തേക്ക് 8ാമത്തെ സീൻ ആവും. So those things will happen organically in that process. Eventually we'll end up a draft which will have the entire, like ഒരു ബിഗിനിങ് ഉണ്ടാവും, ഒരു മിഡിൽ ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും. ചിലത് സീൻ ഹെഡിങ്സ് മാത്രമേ ഉണ്ടാവും, ചിലത് സീൻ ഹെഡിങ്സ് മാത്രമേ ഉണ്ടാവും. അവിടെ ഒരു സീൻ വന്നാൽ നല്ലതായിരിക്കും, ഇവിടെ 2 സീൻ വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ ഒരു എംപ്റ്റി സ്പേസസ് ഉണ്ടാവും, ഇവിടെ എന്തെങ്കിലും ഒരു സീനും. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ക്യാരക്ടർ നല്ല രസമുണ്ട്, ഇവർക്ക് കുറച്ചും കൂടി ഒരു സീന് കൊടുക്കണം. സോ അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ സ്ട്രക്ചർ. സോ വിൽ end up having a screenplay which will be 40-50% of what the final film will be. Then we will start reworking on. So ഒരിക്കൽ നമ്മൾ ആ സ്ട്രക്ചർ കിട്ടിയ ശേഷം then we'll start tweaking changes, making changes. ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ അങ്ങനെ ഒരു ഹെഡിങ് മാത്രം എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഓൺ സെറ്റിൽ ഡെവലപ്പ് ചെയ്ത അങ്ങനത്തെ സീൻസ് ലെറ്റർ സീൻ അവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഒരു we have to do something funny here to break that seriousness. Okay. അപ്പോൾ അതാണ് അവിടെ വന്നത്. ദ സെയിം തിങ് ലൈക്ക് ദ ഓപ്പണിംഗ് സീൻ അങ്ങനെ ആയിരുന്നില്ല. ഓപ്പണിംഗ് സീൻ വാസ് ലൈക്ക് ദർ വിൽ ബി സം ടോക്ക് അബൌട്ട് പിന്നെ ആ ലെറ്റർ നിന്ന് അവിടത്തേക്ക് നമ്മൾ തരുന്നത് അതൊക്കെ ലൈക്ക് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ഇൻ ദ ബിഗിനിങ്. ഇറ്റ് സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് ദിസ് റൈറ്റിംഗ്. ലൈക്ക് ബ്രദർ പിന്നെ മനീഷ വരുന്നത് ദാറ്റ് വാസ് ലൈക്ക് എ ലാസ്റ്റ് മിനിറ്റ് എഡിഷൻ. നമ്മൾ ബ്രദറിന്റെ ക്യാരക്ടർ എക്സ്പാൻഡ് ചെയ്തത് മേ ബി ലൈക്ക് 15th ഡ്രാഫ്റ്റിലായിരിക്കും. അതുവരെ ബ്രദർ ജസ്റ്റ് ഒരു വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ലൈക്ക് ഈവൻ ഓൺ ദ സെറ്റ് ലൈക്ക് ദ ജിയോ സീനില്ലേ റേഞ്ച് ഇല്ല അത് ആദ്യം ആ സീൻ എടുത്തു, അതിൽ ആ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. സോ അത് നമ്മൾ കണ്ടു. ഐ ഫെൽറ്റ് ദ സീൻ വാസ് വെരി ഡ്രൈ.
എന്തെങ്കിലും ഒരെണ്ണം കേട്ടണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശരിക്കും ജിയോയിൻ്റെ റേഞ്ച് ഇല്ല. അപ്പോഴാണ് ആ മൂമെന്റ് പറഞ്ഞാൽ അന്നല്ല ആ ജോക്ക് നമുക്ക് അതിൽ കയറ്റി വിടാം. സോ അതെല്ലാം ആ സമയത്ത് നടന്ന സംഭവങ്ങൾ. ഈ മനീഷ വരുന്ന സീൻ ആക്ച്വലി നിങ്ങളൊരു പക്ഷെ നമ്മള് തിയേറ്ററിൽ കാണുമ്പോൾ അതാണല്ലോ ഒരു പൊളിച്ചെടുക്കൽ എന്ന് പറയുന്നത്. മനീഷ പ്രോബ്ലി മേഡ് ആൻ അപ്പിയറൻസ് ഇൻ 20th draft. അപ്പൊ അതിന് മുന്നേ നിങ്ങളൊരു ക്ലൈമാക്സ് ആയിരുന്നു. കുറെ സ്റ്റോറികളുണ്ട് അങ്ങനെ പറയാൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബേസ് ആയിട്ടുള്ള ഒരു കഥാലയങ്ങളാണ്. അപ്പോൾ ഞാനും ആ രീതിയിൽ ആലോചിച്ചിട്ടുണ്ട്. രീതിയിൽ ഇത് ഇങ്ങനെയാണോ ഈ സിനിമ എന്നുള്ള രീതിയിലല്ലാതെ ആരെങ്കിലും എന്നോട് ഇത് പറയുകയാണെങ്കിൽ ഇത് ഞാൻ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ള രീതിയിൽ. നിങ്ങൾ ഈ പറയുന്നൊരു പ്ലോട്ട് കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയുന്ന സമയത്ത് അങ്ങനൊരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടോ? ഇത് എങ്ങനെ വർക്കൗട്ട് ആവുന്ന സിനിമയ്ക്കുള്ളതുണ്ടോ എന്നുള്ള രീതിയിൽ? ആ സ്ക്രീൻ പ്ലേ വായിച്ചാൽ യു വിൽ തിങ്ക് ഇറ്റ്സ് എ ഡിസാസ്റ്റർ. ബിക്കോസ് അത് വായിച്ചിട്ട് നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ബോറിംഗ്. ലൈക്ക് ആ ഹ്യൂമറൊക്കെ വർക്കാണെങ്കിൽ യു വിൽ ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ ടു ആക്ട് ദാറ്റ്, ദ റൈറ്റ് ഡയലോഗ് ഡെലിവറി, റൈറ്റ് ടൈമിങ്, അതൊക്കെ ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് സ്ക്രീൻ പ്ലേ ഇപ്പോഴും നമ്മൾ ക്ലീനിങ് അപ്പ് മൈ ഹൗസ് ആൻഡ് വി ഫൗണ്ട് ദ ഓൾഡ് സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കും, എടാ എന്ത് ബോറാണ്. ലൈക്ക് വി ഹാവ് ടോൾഡ് ദാറ്റ് അവർ സെൽഫ്. We have had that couple of people who were supposed to join us, our screenplay വായിച്ചിട്ട് they didn't feel anything, and I don't blame them because I probably would have felt the same way because വായിച്ചിട്ട് അതിലൊന്നുമില്ല. But it's only when the whole thing came together, when the performance started happening, and then ആ പടം എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ വരുന്നത്. So as a script I think it would be very average script to read. ഇപ്പോൾ നമ്മൾ വൈറ്റ് ഓൾട്ടോയുടെ ടീച്ചർ കാണുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഷോട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ടീച്ചറിൽ. നമുക്ക് തിങ്കളാഴ്ച നിശ്ചയത്തിലും ഡൈനിങ് ടേബിൾ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ അല്ല, അത് നമുക്ക് തിങ്കളാഴ്ച ഓൾമോസ്റ്റ് നമുക്ക് ഡൈനിങ് ടേബിൾ ഭയങ്കര അതിൻ്റെ ഒരു പൊളിറ്റിക്കലിയും എല്ലാ രീതിയിലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ടീച്ചറിൽ ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്കതൊരു രണ്ട് തരത്തിലായിരിക്കണം എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഡൈനിങ് ടേബിളിന്റെ ചുറ്റും സീൻ നടക്കുന്നുണ്ട് രണ്ട് സിനിമയിലും. എങ്ങനെയാണ് അപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഡൈനിങ് ടേബിൾ ആണ്, അതിന് ചുറ്റും ഇരിക്കുന്ന ആൾക്കാരാണ്. It's in both. The similarity is very simple. I mean, similarity is dining table is what brings the family together. Adilum it brings the family together. Idilum it brings the family together. The dynamics of those families are very different. അതിൽ വിജയൻ്റെ ഫാമിലി ആയിരുന്നു, ഇതിൽ ഷറഫിൻ്റെ ക്യാരക്ടർ പേര് മഹേഷിൻ്റെ ഫാമിലിയാണ്. ദ ഡൈനാമിക്സ് ഓഫ് ദെയർ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബട്ട് ദ ഐഡിയ ഈസ് ദ ഡൈനിങ് ടേബിൾ ഈസ് വെയർ ദ ഹോൾ ഫാമിലി ഗ്യാദേഴ്സ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഐ മീൻ അതായിരുന്നു ദ ഹോൾ തോട്ട് പ്രോസസ്. സോ ഇതിൽ അവരുടെ ഫാമിലി മൊത്തം ഡൈനിങ് ടേബിളിന് ചുറ്റും തന്നെ ആയിരിക്കും ഷറഫുദ്ദീൻ ഇൻ ദ ഹോൾ മൂൺ. സോ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഫോർ us that was the easiest way to conceive that. Like വീട്ടിൻ്റെ വേറെ എവിടെയോ പ്ലേസ് ചെയ്യാതെ place them on the dining table because that's where most of the conversation happens. Most of the chats, talk, good news, bad news, everything is shared when everybody is there, like parents and husbands and wives and kids. അല്ല, ഒരു വിഷ്വലി ഇതിപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷോട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഇത് നമ്മൾ മുന്നത്തെ തവണ ചെയ്ത ഒരു സാധനം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം അങ്ങനെ ഒരു ഡിസിഷൻ നോക്കാറുണ്ടോ? അങ്ങനെ അതായത് അതിൻ്റെ ഫ്രെയിമിങ്ങിൽ വരുത്തുന്ന ചേഞ്ച് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം അതെല്ലാം അതിന് കുറേ എലമെൻറ്റ്സ് അതിന് ചേർന്ന് വരും. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ, അതുപോലെ അതിരിക്കുന്ന സ്പേസ്, എവിടെയാണ് ആ റൂമിൻ്റെ ഇരിക്കുന്നത്. തിങ്കളാഴ്ച നിശ്ചയത്തിലിരുന്ന റൂമിൻ്റെ നടുക്ക് ടേബിൾ ഇരുന്ന പോലെയല്ല ഇവിടെ ഇരിക്കുന്നത്. സോ അത്തരം അത് ഷൂട്ട് ചെയ്യാനുള്ള നമുക്കുള്ള സൗകര്യങ്ങളും എല്ലാം അനുസരിച്ചിട്ട് അത് ഫ്രെയിം ചെയ്യുക ചെയ്തത്. അല്ലാതെ ആ സിനിമയിൽ നിന്ന് ഈ ഷോട്ട് വ്യത്യസ്തമാവണം എന്നുള്ളൊരു ചിന്താഗതിയോടെ അതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു മൂഡ് എന്ത് സെപ്പറേറ്റ് വേറെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ? തീർച്ചയായിട്ടും. കാരണം അത് ഈ സിനിമയുടെ അതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും ബ്ലോക്കിംഗ് എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്തായാലും അത് ലുക്ക് വൈസ് അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അതും ഇതും തമ്മിൽ ഒരാൾക്കും അത് മാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അണ്ടർലൈങ് ആയിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ എല്ലാവരും ഒത്തു കൂടുന്നു, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ ഒരു വീടിൻ്റെ അത്തരത്തിലുള്ള സ്പേസിനായിട്ടാണ് നമ്മൾ ഈ ഡൈനിങ് ടേബിളിനെ കാണുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ആ വീട്ടിൽ വരുന്ന മിക്ക സീനുകളും നടക്കുന്നത് ഈ ഡൈനിങ് ടേബിളിനോട് ചുറ്റിപ്പറ്റിയാണ്. സോ ആ രീതിയിലാണ് ഇത് വർക്കായിട്ടുള്ളത്. അല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടൊരു ബോധപൂർവമായ ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഓൾമോസ്റ്റ് ഒരു വീടാണ് ഉള്ള രീതിയിൽ എല്ലാം ലൈറ്റ് ചെയ്ത കേസ് പറഞ്ഞിട്ടുണ്ട് മുൻപ്. ഫുള്ള് കംപ്ലീറ്റ് വീട് മൊത്തം ലൈറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് പിന്നീട് സെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ. ഒരു വീടിനകത്ത് നമുക്ക് കണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പറയുന്ന ക്യാമറ ആംഗിൾ ടൈപ്പിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ വൈറ്റ് ഓട്ടോ പറഞ്ഞു, ഒരു 2 കാറിൻ്റെ ജേണി കുറച്ചുകൂടി സ്റ്റേജിലാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു മൂഡ്, ഈ പറയുന്ന അങ്ങനത്തെ ഡിസിഷൻസ് ഇതിൽ വൈറ്റ് ആൾട്ടോയിലെ ആ ഒരു കാര്യം, ആംഗിൾസിൻ്റെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തിങ്കളാഴ്ച നിശ്ചയത്തിൽ നമ്മൾ കൂടുതലും ഒരു നോർമൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി കാണുമ്പോൾ, വൈറ്റ് ആൾട്ടോയിൽ നമ്മൾ സാധാരണ കാണുന്ന പെർസ്പെക്റ്റീവിൽ നിന്ന് അല്ലാതെ നോക്കി കാണുന്ന ആംഗിൾസ്, ഈവൻ ടീസറിലായാലും കണ്ടിട്ടുണ്ടാകും. കുറേ ടോപ്പ് ആംഗിൾസ് എല്ലാം കുറേ അധികമായിട്ട് വരുന്നുണ്ട്. കാരണം ഒരാളും ഇങ്ങനെ പോയിട്ട് ഒരാളെ നോക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള തിങ്കളാഴ്ച നിശ്ചയം ക്യാമറ വാസ് എ ക്യാരക്ടർ. അതെ, ഇറ്റ്സ് ലൈക്ക് ഒരു ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ ആസ് പാർട്ട് ഓഫ് ദ ഫാമിലി. വെയർസ് വൈറ്റ് ഓൾട്ടോ ഇസ് മോർ ടിപ്പിക്കൽ ഫിൽം മേക്കിംഗ്. ഒരു വേറെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി ഇവരുടെ വേൾഡ് നോക്കി കാണുന്ന രീതിയിലാണ് വൈറ്റ് ആൾട്ടോ. കാരണം അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഈ പറഞ്ഞ പോലെ വിജയൻ്റെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നിശ്ചയത്തിലെ വേൾഡ് അല്ല ഇത്. അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആയാലും എല്ലാം കാണുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ. ഇപ്പോൾ ഈ വൈറ്റ് ഓൾട്ടോയുടെ ഒരു റൈറ്റിംഗ് പ്രോസസ്സും ഇത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സംസാരിച്ചെല്ലാം ഉണ്ട്, ടോട്ടലല്ലാതെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്ന സാധനമുണ്ട്. എന്നാലും ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? അതായത് ഒന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്ലോട്ടിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നരേറ്റീവ് സ്റ്റൈലിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനൊരു ചിന്ത ഉണ്ടോ ഈ പറയുന്ന ഒരു സ്ക്രിപ്റ്റിൽ? It's not really heavily plot driven. And like you take Kathyandu Shuruagide, very thin plot. Tinglaicha Nishcham, very thin plot. 17 or 44 White Alto, I don't even know if there is a plot. So plot necessarily plot driven. It's just bunch of characters coming together. And if you really observe, all our movies happen in a very short duration. My Kathyandu, if I go back to my 041 days, it happens over a span of 5 days. Kathyandu Shuruagide happens over a span of 3 days. Tinglaicha Nishcham happens over a span of 2 days. And it's all real time. And now 1744 White Alto happens on a span of a day and a half or 2 days. In the Nala. So it's not plot driven at all. I mean, വലുതായിട്ടുള്ള ഒരു പ്ലോട്ട് ആയിട്ട് അങ്ങനെ ഇറ്റ്സ് നോട്ട് ഗോണ ബി ലൈക്ക് ഭയങ്കര കഥയായിരുന്നു അങ്ങനെ ആൾക്കാർ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്ലോട്ട് ഇല്ലാണ്ട് നിങ്ങൾ ഒരു ഫോക്കസ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് എത്തുമ്പോൾ അതിൽ ഒരു ഫോക്കസ് ഏരിയ ഉണ്ടോ? അതായത് ഒരു പെർഫോമൻസിലായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്. Performance is the key for us. Performance is the key. I mean, that's where the most of my energy goes, most of focus goes, and we have to make it a neat film, and that's where his energy goes. That technically it's a sound, and technically it's a good film. But performance is what we focus on most of the time. ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് like we have had fights. I mean, I have allowed the editor to use a shot which probably he doesn't like framing wise, but I love the performance in that. So I said, I don't care. The performance gets the priority. So ആ രീതി നോക്കിയാൽ we try and put importance on performance. ഇപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ വേറെ എന്തും സെന്നെ കോംപ്രമൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യില്ല എന്ന് തോന്നുന്ന ശ്രീരാജിനും അതേപോലെ തന്നെ ഒരു I give so much importance to performance. I don't care about continuity. There are we have had talks even to that point. Popular, I ശ്രദ്ധിക്കുന്നു. അല്ല അത് മനസ്സിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും അത് അപ്രോച്ച് ചെയ്യാറ്. കാരണം പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് മൂവ് ചെയ്യാൻ മാക്സിമം സ്പേസ് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നതും, അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് ശ്രമിക്കാറ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മളായിട്ട് വെക്കാതിരിക്കാനാണ് മാക്സിമം നോക്കാറ്. Like my point is I don't think that I can say that we get the best performance out of this actor, but our focus is to get the best performance. I'm sure they could have done even better, or different director could have made them even do better. Adalla ഞാൻ പറഞ്ഞത്. But focus is mostly to get the best performance out of these actors. ഇതിലിപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടിയുള്ള ഒരു പരിപാടി നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഫ്രെയിമിൽ നമുക്കത് കാണാൻ പറ്റും, ആൾക്കാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ടീസറിൽ നമ്മൾ കുറച്ചുകൂടി ഒരാളോ രണ്ടാളോ എന്നുള്ള രീതിയിലാണ് നമുക്ക്
പല ഇതും കാണുന്നത്, കുറച്ചുകൂടി ഒരു സ്ലോ എന്നുള്ള രീതിയിൽ പോലും ഇതുണ്ട്. പിന്നൊരു വേറൊരു മൂഡാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ വൈസും ഈ പറയുന്ന കുറച്ചുകൂടി ഒരു വൈഡർ സ്പേസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് നമുക്കങ്ങനെ വൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വൈസിലും ഈ പറയുന്ന ഒരു ആക്ടേഴ്സ് അത്രയും ഇതില്ലാത്തതും അത് ഏത് തരത്തിലാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിൽ ലൊക്കേഷൻസും ഇതിൽ ആ ലാൻഡ്സ്കേപ്പ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ആ ലാൻഡ്സ്കേപ്പും ഇതും കവർ ചെയ്യുന്നുണ്ട്. കാരണം മറ്റേത് നമ്മൾ പറഞ്ഞ പോലെ തിങ്കളാഴ്ചത്തിൽ ആ വീട് ഒരു ക്യാരക്ടർ എന്നുള്ള നിലയ്ക്കായിരുന്നു നമ്മുടെ ഒരു ഇത്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇത് നടക്കുന്ന ലൊക്കേഷൻ ഇതെവിടെയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു 1/2 കിലോമീറ്ററിൻ്റെ സ്ട്രെച്ച് ഉണ്ടെങ്കിൽ നമ്മളവിടെ വേറെ വണ്ടികളൊന്നും ഇല്ലാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തേ ഷൂട്ട് ചെയ്യുള്ളൂ. കാരണം അതാണ് മൊത്തത്തിൽ നമ്മൾ അതെ ഒരു ഐസൊലേഷൻ, കുറച്ച് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ടൗൺ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു ഫീലായിരുന്നു കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രെയിമിലായാലും ആൾക്കാർ അധികം ഉണ്ടാവില്ല. മെയിൻലി എപ്പോഴും ഈ ഒരു ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ കൂടെയുള്ള 1, 2, 3 പേര് മാക്സിമം. ആ രീതിയിലാണ് എല്ലാ ഫ്രെയിമുകളും അത് ഫ്രെയിം ചെയ്തേക്കുന്നത്. മാക്സിമം ഫ്രെയിമിൽ വരുന്നത് 3 പേരാണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ. There are like 3 stories happening in parallel. There's Sharaf and his bunch of police, then Rajesh Madhavan and Anand Manmadan in one stretch, and Nawaz and his family in one stretch. And അവരെങ്ങനെയാണ് ഒന്നിച്ചാവുന്നത്, how they all come to face to face, or something happens and they had to meet each other sort of thing. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് മൊത്തത്തിൽ. ഈ തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഈ നിശ്ചയം എന്ന് പറയുന്നത് ഒരു ബേസ് ആവുന്ന പോലെ ഇതിനകത്തും ഈ കാറാണ്, ഓൾട്ടോ കാറാണ്. ഒരു ഓൾട്ടോ കാറിൽ എന്തോ ഒരു പ്രത്യേകത സാധനമുണ്ട്, അതാണ് ഇത് ബേസ് ആവുന്നത്. സംഭവം ആക്സിഡന്റലി ഇറ്റ് ഹാപ്പൻസ്. സോ ബേസിക്കലി അതാണ് സ്റ്റോറി. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് റിയലി ലൈക്ക് എ പ്ലോട്ട്. ഇപ്പോൾ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പടം കണ്ടു, ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇതിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡിനോ അല്ലെങ്കിൽ IFFK എന്നുള്ള രീതിയിൽ സെലക്ഷനോ ആ രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്ത ഇതല്ലാണുള്ളത്. പക്ഷേ വിചാരിക്കുന്നതിനേക്കാൾ എല്ലാ രീതിയിലുള്ള റീച്ചും ഒരു അപ്രീസിയേഷനും കിട്ടിയ സിനിമയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ പറയുന്ന വൈറ്റ് ഓൾട്ടോ ഇതേപോലെ ഫുൾ ഔട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പ്രിവ്യൂ ഔട്ട് ഫൈനൽ കണ്ട് നിൽക്കുമ്പോൾ എന്താ ഒരു മൂഡ്? ഒന്നിന് കിട്ടിയെന്ന് പറഞ്ഞത് അടുത്തതിൽ അവിടുന്ന് മുകളിൽ കയറാൻ പറ്റും. വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ, സ്റ്റാർട്ടിങ് അഗെയിൻ. ഒബ്വിയസ്ലി തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ സക്സസ് വിൽ ഹെൽപ്പ് us to kind of get noticed to but at the end of the day each movie is fresh. അല്ലാതെ ഒന്ന് സക്സസ് ആയെന്ന് പറഞ്ഞിട്ട് മറ്റേതന്നെയുള്ള and honestly 1744 വൈറ്റ് ഓൾട്ടോ is a pure commercial പടത്തിൻ്റെ പോലെയാണ്. ഒബ്വിയസ്ലി ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ സില്ലി മൂവി. ഇറ്റ്സ് എ കോമഡി, ക്രൈം കോമഡി, കൂടുതൽ ഓൺ കോമഡി സൈഡ് ഓഫ് തിങ്സ് എന്ന് വിചാരിക്കുന്നു നമ്മൾ. ഇനി ആൾക്കാർ ചിരിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. ബിക്കോസ് വാട്ട് ഐ ലാഫ് അറ്റ് സംബഡി എൽസ് മൈറ്റ് ഫൈൻഡ് ഇറ്റ് ബോറിംഗ്. സോ അതെപ്പോഴും സാധ്യതയാണ്. സോ വി തിങ്ക് ഇറ്റ്സ് എ ഫണ്ണി ഫിലിം ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ലാഫ്. ബട്ട് ആൻഡ് ദെൻ തിങ്കളാഴ്ച നിശ്ചയത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജിങ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് മെസ്സേജ് വാസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. പടം കാണുമ്പോൾ തന്നെ ടു മീ ദർ എ ലോട്ട് മോർ ഇൻ 1744, ബട്ട് ഓൺലി ഇഫ് യു വാണ്ട് ടു നോട്ടീസ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഓൺ യുവർ ഫേസ്. നമ്മളത് പടം കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ബട്ട് ഇഫ് യു റിയലി വാണ്ട് ടു ഡിഗ് ഡീപ്പ് ഇൻ ടു ഇറ്റ് യു ക്യാൻ. അതർവൈസ് യു ക്യാൻ ഹോപ്പ്ഫുള്ളി യു വിൽ വാക്ക് ഔട്ട് ഓഫ് ദി തിയേറ്റർ തിങ്കിങ് നല്ല കൊള്ളാമല്ലോ, ചിരിക്കാൻ കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയാലും ദാറ്റ്സ് ദ എയിം. If they get the other messaging part, that'll be great. That'll be like icing on the cake. But അത് കിട്ടിയെങ്കിൽ നമ്മളെ ഭാഗ്യം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വി വാണ്ട് them to say that കുഴപ്പമില്ലല്ലോ, നല്ല ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞാലും മതി. ഇപ്പോൾ ശ്രീരാജ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള രീതിയിൽ മീൻസ് ഫൈനൽ ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഹൈയിലാണോ അതോ ഒരു ടെൻഷൻ എന്നുള്ള രീതിയിൽ? ടെൻഷൻ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം അത് ആൾക്കാരിലേക്ക് പോകുമ്പോൾ എന്തായാലും ഉണ്ടാകും. കാരണം അതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ മാത്രമല്ല എന്നുള്ളത് കൊണ്ടുള്ള ഒരു ടെൻഷൻ ഓഫ് കോഴ്സ് അതുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെ ഇത് നോക്കാറുള്ളത്, നമ്മളിതൊരു കുറേ തവണയല്ല കാണുന്നു. ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റിംഗ് തൊട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കാറുള്ളത് ചില സാധനങ്ങൾ എനിക്ക് പേഴ്സണലി ഇത്രയും കഴിഞ്ഞിട്ടും കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്ന ചില സാധനങ്ങൾ വരുന്നതുകൊണ്ട് ഓക്കെ, അപ്പം അതിൽ ഒരു കൊള്ളാം, അത് വർക്കാവുമായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പോസിറ്റീവ് ഫീലിംഗ് ആണ്. എന്തായാലും പടം നല്ല രീതിയിൽ വരട്ടെ. പടം കണ്ടതിന് റിലീസിന് ശേഷവും സംസാരിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you, Dinesh, and thank you, the Q, for this opportunity. Thanks.